ഫ്രണ്ട്സ്, എല്ലാ ഫ്രണ്ട്സും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇതെല്ലാം എന്താണ് മനസ്സിലായോ? ഇതെല്ലാം എൻ്റെ വീട്ടിലെ പെറ്റ്സിൻ്റെ പാത്രങ്ങളുടെ കളക്ഷനാണ്. ഫ്രണ്ട്സ്, നമ്മൾ കഴിക്കുന്ന പാത്രങ്ങളല്ല, നമ്മുടെ വീട്ടിലെ പെറ്റ്സിന് പ്രത്യേക പാത്രങ്ങൾ വേണം. അങ്ങനെ ഞാൻ പല പ്രാവശ്യമായി വാങ്ങിച്ച പാത്രങ്ങളാണ് ഇതെല്ലാം. ഞാൻ നിങ്ങളെ ഈ പാത്രങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ആദ്യമൊക്കെ ഞാൻ എൻ്റെ വീട്ടിലെ പെറ്റ്സിന് സാധാരണ പാത്രങ്ങളാണ് വാങ്ങിച്ചത്. പിന്നെയാണ് പെറ്റ് ഷോപ്പിലെ പാത്രങ്ങൾ വാങ്ങിച്ചു തുടങ്ങിയത്. ആദ്യം വാങ്ങിച്ചത് ഇതുപോലെയുള്ള പാത്രങ്ങളാണ്. ഇതിന് വെള്ളമൊക്കെ കൊടുക്കും, ഫുഡ് കൊടുക്കും. ഇതിന് തന്നെ 110 രൂപയുണ്ട്. റേറ്റൊന്നും കുറവല്ല. പക്ഷെ പണ്ട് ഞാൻ പെറ്റ് ഷോപ്പിലൊന്നും അങ്ങനെ പോകാറില്ല. അപ്പം ഈ പാത്രങ്ങളിലായിരുന്നു പൂച്ചയ്ക്ക് ഫുഡും വെള്ളമൊക്കെ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ വേറെ ഇതുപോലത്തെ പാത്രങ്ങളിൽ വെള്ളം കൊടുക്കും, ഫുഡൊക്കെ കൊടുക്കും. പിന്നെയാണ് ഞാൻ പെറ്റ് ഷോപ്പിൽ പോയി ഇതുപോലെയുള്ള പാത്രങ്ങൾ വാങ്ങിച്ചത്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങളാണ്. ഇതാണ് നമ്മുടെ വീട്ടിലുള്ള പെറ്റ്സിന് പൊതുവെ ഏറ്റവും നല്ലത്. പൂച്ചകൾക്കാണെങ്കിലും പട്ടികൾക്കാണെങ്കിലും ഏറ്റവും നല്ലത് ഇതുപോലുള്ള പാത്രത്തിൽ ഫുഡ് കൊടുക്കുന്നതാണ്. കാരണം ഈ പാത്രം സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് ജേംസ് ഒന്നും പറ്റി പിടിക്കുകയില്ല. അപ്പോൾ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കുറവാണ്. ഇത് പെറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചൊരു പാത്രമാണ്. ഇത് ഒരു സൈഡിൽ ഫുഡും ഒരു സൈഡിൽ വെള്ളവും വെക്കാം. ഇത് 170 എന്തോ വില വരും. കാരണം 4 പാത്രങ്ങളാണ് ഞാൻ പെറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചത്. ഇതൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് ഇതിൽ ഫുഡിൻ്റെ അവശിഷ്ടങ്ങളോട് പറ്റിപ്പിടിക്കും. ഫുഡ് കഴിച്ചതിന് ശേഷം പക്ഷേ ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കണം. അതിന് മുമ്പ് ഞാൻ വാങ്ങിച്ച പാത്രങ്ങളെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ പ്ലാസ്റ്റിക് പ്ലേറ്റുകളാണ്. ഇത് ഒരെണ്ണത്തിന് 30 രൂപയാണ്. ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇപ്പോഴും ഞാൻ ഇത് വാങ്ങിക്കാറുണ്ട്. ഇത് പൂച്ചകളുടെ എണ്ണം കൂടിയപ്പോൾ ഞാൻ എല്ലാ പൂച്ചകൾക്കും പല കളറിലുള്ള ഇതുപോലുള്ള പാത്രങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കാരണം പല പൂച്ചകൾക്ക് അപ്പോൾ നമുക്ക് ഓർമ്മ വരും. എല്ലാ പൂച്ചകൾക്കും ഒരു പ്ലേറ്റ് ഫുഡ് കൊടുക്കാൻ പാടില്ല, ഇൻഫെക്ഷൻ വരും. അതുകൊണ്ട് ഇതിന് ഒരു പ്ലേറ്റിന് 30 രൂപ. ഈ സ്പൂൺ എനിക്ക് കിട്ടിയത് നമ്മൾ ഫുഡൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന സ്പൂൺ നല്ലപോലെ കഴുകി വൃത്തിയാക്കി ക്യാറ്റ്സിന് വേണ്ടിയായിരിക്കും. അതുപോലെ ഈ ഗ്ലാസ് നമ്മൾ മിൽക്ക് ഷേക്കൊക്കെ കുടിച്ച് കഴിയുമ്പോൾ അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കും. പിന്നെ ഈ പാത്രങ്ങളിൽ ഞാൻ വെള്ളമൊക്കെ പൂച്ചകൾക്കായി കൊടുക്കാറുണ്ട്. പിന്നെ ഈ പ്ലേറ്റിന് ഒരു പ്ലേറ്റിന് 5 രൂപയാണ്. നമ്മൾ പാർട്ടിയൊക്കെ നടത്തുമ്പോൾ വാങ്ങിക്കുന്ന പ്ലേറ്റ്. ഇത് ഞാൻ പുറത്തുള്ള പൂച്ചയ്ക്ക്, തെരുവിലുള്ള ഡോഗ്സിനും ക്യാറ്റ്സിനും ഒക്കെ വേണ്ടിയാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. അവർക്ക് റോഡിന് മുറ്റത്തൊക്കെ ഫുഡ് ഇട്ട് കൊടുത്താൽ ഇൻഫെക്ഷൻ വരും. നമ്മൾ പൂച്ചയ്ക്കാണെങ്കിലും പട്ടിക്കാണെങ്കിലും തറയിലൊന്നും ഭക്ഷണം ഇട്ട് കൊടുക്കില്ല. അങ്ങനെ കൊടുത്താൽ ആ തറയിലുള്ള പൊടിയൊക്കെ അവരുടെ വയറ്റിൽ ചെല്ലും. അങ്ങനെ അവർക്ക് പല അസുഖങ്ങളുണ്ടാകാനുള്ള കാരണമുണ്ട്. ഒന്നെങ്കിൽ വാഴയിൽ വെട്ടി അതിന് കൊടുക്കണം, അല്ലെങ്കിൽ 5 രൂപയുടെ പ്ലാസ്റ്റിക് പ്ലേറ്റാണ് അതൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾക്ക് ഫുഡ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പാത്രങ്ങളൊക്കെ കിട്ടുമല്ലോ, ബിരിയാണിയൊക്കെ, അതുപോലത്തെ പാത്രമായാലും മതി. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി പൂച്ചയ്ക്ക് കൊടുക്കണം. പൂച്ചകൾക്കാണെങ്കിൽ പട്ടികൾക്കാണെങ്കിൽ തറയിലൊന്നും ഇട്ട് ഫുഡ് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ പാത്രങ്ങളുടെ കളക്ഷൻസ്. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ പാത്രങ്ങളുണ്ടോ പൂച്ചകൾക്കായി ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. നിങ്ങൾ എങ്ങനെയുള്ള പാത്രങ്ങളാണ് നിങ്ങളുടെ വീട്ടിലെ പെറ്റ്സിന് കൊടുക്കേണ്ടതെന്ന് എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കണം. എൻ്റെ വീട്ടിൽ ഇത്രയും കളക്ഷൻ കൊണ്ട് വേറെ 2-3 പാത്രങ്ങളുണ്ടായിരുന്നു, അതിപ്പോൾ കാണുന്നില്ല. പിന്നെ ഇത് ഡ്രൈ ഫുഡൊക്കെ ഇടാൻ വേണ്ടി ഞാൻ വാങ്ങിച്ച് വെച്ചൊരു ഡബ്ബയാണ്. ഡ്രൈ ഫുഡ്, ക്യാറ്റ് ഫുഡൊക്കെ ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.